ആശയത്തിലെ മുഴ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം. എറണാകുളം ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ മാസം 20-ന് ഭർത്താവ് ഷിബുവിനൊപ്പം ഇരുചക്രവാഹനത്തിലാണ് ബിന്ദു ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു എന്നതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 48-കാരി ബിന്ദുവിന് തൊട്ടടുത്ത ദിവസം തന്നെ സർജറിയും നടത്തി. എന്നാൽ പിറ്റേന്ന് മുതൽ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറോടും ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ആവശ്യമായ ഒരു പരിചരണവും നൽകിയില്ലെന്ന് ഭർത്താവ് ഷിബുവും മകൾ ഐശ്വര്യയും പറയുന്നു. ഡോക്ടറിനെ വിശ്വസിച്ചു, പക്ഷേ ഡോക്ടർ ചെയ്ത ഒരു കാര്യം ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി. അത് പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിലും ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ പോലീസിലും അധികമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, മെഡിക്കൽ റിസർച്ച് സുനിൽ ഡോക്ടർ, അകത്ത് എന്താണ് സംഭവിച്ചേക്കണമെന്ന് ഞങ്ങൾക്ക് ഇത് ഒരു സർജറിയോടുകൂടി തുറന്നു നോക്കണം. പക്ഷേ BP ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര റിസ്ക്കാണിത്. പക്ഷേ ആ റിസ്കിനെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തുറന്നു നോക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി തയ്യാറായി സർജറി ചെയ്തവർ. സർജറി ചെയ്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു, അതായത് ഓപ്പറേഷൻ സമയത്തോ എങ്ങനെയോ. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരണമെന്നുണ്ടെങ്കിൽ മുറിവ് എന്തെങ്കിലും വരുമല്ലോ, അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ പറയൂല. മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പരാതിപ്പെടുന്നു. ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ലാതെയാണ് ശസ്ത്രക്രിയകളടക്കം ഇവിടെ നടത്തുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ശ്രേയസ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കേപ്പബിൾ ഫോർ ഹാൻഡ്ലിംഗ് എനി കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ദിസ് ടൈപ്പ് ഓഫ് സർജറീസ്. രണ്ടും സർജറി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നുമില്ല, എക്യുപ്മെന്റ്സ് ഒന്നുമില്ല അവിടെ. ഓക്കെ, അതിനുശേഷം 21-ന് സർജറി കഴിഞ്ഞതിന് ശേഷം 22nd സംവാട്ട് ഓക്കെ ആയിരുന്നു. 22nd മിഡ് നൈറ്റിൽ ഷീ വാസ് സ്റ്റാർട്ടഡ് പെയിൻ കംപ്ലൈൻറ്റ് ചെയ്തു പേഷ്യൻറ്റ് മിഡ് നൈറ്റിൽ. അത് ഈ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ ട്രീറ്റ്മെന്റ് സമ്മറിയിൽ ചോദിച്ചിട്ടുണ്ട്. 23-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെ എത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. 25-ന് മരണം സംഭവിച്ചു. ബിന്ദുവിന്റെ മകളുടെ പരാതിയിൽ മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും പിഴവുകൾ ഇല്ലെന്നുമാണ് ആശുപത്രി ഉടമ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി.